ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെങ്കിലും വല്ല വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആന 18 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഈ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. ആന വിരണ്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഏതായാലും ആനയുടെ ഉടമയായ കൊല്ലം മയ്യനാട് സ്വദേശി രാജു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആന സൗമ്യനായ ആനയായിരുന്നു. 10-16 വർഷക്കാലമായി തന്നോടൊപ്പം തന്നെ തൻ്റെ ഉടമസ്ഥയിലുള്ള ആനയാണ്. എന്നാൽ ഈ ഒരു വർഷത്തേക്ക് അദ്ദേഹം പാട്ടത്തിനായി പത്തനംതിട്ട സ്വദേശി സൗരവ് എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ഏതായാലും വർഷങ്ങളായി പ്രദീപ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പാപ്പാനായും, അതുപോലെ തന്നെ ഇന്ന് മരണം സംഭവിച്ച ഡ്രൈവർ വിഷ്ണുവും കുറേയേറെ കാലമായി അവർക്കൊപ്പമുണ്ട്. ആനയുടെ കാര്യങ്ങൾ നോക്കുവാനും വാഹനത്തിന്റെ കാര്യങ്ങൾ നോക്കുവാനും ഒക്കെ ആയിട്ട് വിഷ്ണുവും കൂടെ ഉണ്ടായിരുന്നു എന്ന അടക്കമാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് ഇപ്പോൾ ആനയുടെ ഉടമ, അതായത് മയ്യനാട് അരുണിമ പാർത്ഥസാരഥി എന്ന ആനയുടെ ഉടമയായ രാജു ഇപ്പോൾ നമ്മോട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതല്ല. ആന രാവിലെ അവര് എണ്ണവും കൊണ്ടുപോകാൻ ആനയെ അവര് കഴുവാനായിട്ട് കൊണ്ടുചേർന്ന് തോട്ടിൽ അവിടെ കുളത്തിൽ ഇറക്കാനായിട്ട് എന്നുകൊണ്ടാണ് ആനയ്ക്ക് ചങ്ങല ഉണ്ടായിരുന്നെങ്കിൽ പോലും ആനയെ പുള്ളി ബന്ധോസിലല്ലായിരുന്നു. എന്തോ ഭഗവാൻ ആനയ്ക്ക് എന്തോ ഏതാ രീതിയിൽ മാറി. ബാക്കി എനിക്ക് തീ എന്നില്ല, എനിക്കൊന്നും കാണാൻ പറ്റില്ല, എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയാൻ പറ്റില്ല. ആന ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെങ്കിലും വല്ല വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ആന 18 വർഷമായിട്ട് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഈ ആനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതല്ല. സൗമ്യനാണ്. അതുകൊണ്ട് അവരും അത്ര ഗൗനിച്ചില്ല ആയിരിക്കും. ആന ഒന്നാം പാപ്പാനെ തട്ടിക്കളഞ്ഞിട്ട് കൂടെ വന്ന ആനയുടെ കൂടെ നിൽക്കുന്ന ആനയെ ലാറി കൊണ്ടുപോകുന്ന ഡ്രൈവറുമാണ്, ആനയുടെ സഹായിയുമാണ്. അയാളാണ് ആന ഉപദ്രവിച്ചത്. പാട്ടത്തിൽ കൊടുത്തിരിക്കുക. കൊടുവ നമ്മുടെ സൗരവ് എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ കൊടുത്തിരിക്കുക. ആന ഇപ്പൊ മയക്കുവടി വെച്ച് എന്നാണ് മനസ്സിലാക്കുന്നത്. ആന ശാന്തനായി നിൽക്കുന്നു. ആനയെ അത് അടുത്ത ആരും ചെന്നിട്ടില്ല ഇതേരാ. ഞാനിപ്പോ മനസ്സിലാക്കിയിടത്തോളം അത്രേ എനിക്ക് അറിയാവും. ഉത്സവത്തിനായിട്ട് അവിടെ നാളെ ഉത്സവമാണ്. ഇന്ന് കൊടിയേറ്റൊക്കെ ഉണ്ട് അവിടെ അമ്പലത്തിൽ. ഇന്ന് കൊടിയേറ്റ, നാളത്തെ പരിപാടി കൊടിയേറ്റ് കൊണ്ടുപോയതാണ്. ആനയെ കുളിപ്പിക്കാനായിട്ട് ആനയെ അവർ തയ്യാറെടുക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. വിഷ്ണു അയാള് ആനയുടെ കൂടെ ഇതിനൊക്കെ ലാറി ആനയെ കൊണ്ടുപോയി ആനയുടെ കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് അയാളുടെ കൂടെയാണ്. എല്ലാ കാര്യവും ആനയുടെ ഒരു ആനപ്പാപ്പന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളും ആനയുടെ മുതലാളിയുടെ കാര്യങ്ങളും ആനയെ നോക്കുന്ന എല്ലാം അയാളാണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആന ഇങ്ങനെ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം അയാൾക്കില്ലായിരുന്നു. ആന ഇങ്ങനത്തെ ആനയുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. ഒന്നാം പാപ്പാനെ അടിച്ചു കളഞ്ഞു. തട്ടിക്കളഞ്ഞിട്ടാണ് ഇയാളെ ഉപദ്രവിച്ചത്. പ്രദീപ് എന്ന് പറഞ്ഞ ഒന്നാം പാപ്പൻ. അയാളും വർഷങ്ങളായിട്ട് 10-14 ആനയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. ഇല്ല, ഈ നോമ്പൊന്നും ആന സൗമ്യനാണ്. ആന ആരെ ഉപദ്രവിക്കുന്ന ഒരു ആനയല്ല. നമുക്ക് ഏത് ആൾക്കൂട്ടത്തില് എവിടെയും നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് നിർത്തുന്ന ഒരു ആനയുമാണ്. എന്നാലും ഇപ്പം ഉത്സവമൊക്കെ തീർന്നു വരികയാണ്. ആന എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നില്ല. കണ്ടാലല്ലേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ.